6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ യൂണിറ്റായ മെഡീവൽ കേരള, മധ്യകാല കേരളം എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിൻ്റെ 2ാം ഭാഗം പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലെ അങ്ങാടികളെക്കുറിച്ച് പഠിക്കാം. മാർക്കറ്റ്സ്. അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതിയുണ്ടായി. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് സഹായകമായി. മാർക്കറ്റ്സ്. Maritime trade attained tremendous progress during the medieval period. The demand for exported goods increased. This resulted in the increase in the cultivation of such crops in rural areas. These goods were exchanged in the markets. The development of markets helped in strengthening the local trade. മധ്യകാല കേരളത്തിലെ ഒരു അങ്ങാടിയുടെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ചിത്രം നോക്കൂ. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയവ പ്രധാന തുറമുഖങ്ങളുമായിരുന്നു. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി were the major markets of the period. The major ports were Kollam, Kochi, Kozhikode and വളപട്ടണം. കേരളത്തിൻ്റെ ഭൂപടത്തിൽ മേൽപ്പറഞ്ഞ അങ്ങാടികളുടെയും തുറമുഖങ്ങളുടെയും സ്ഥാനം എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തൂ. Locate these markets and ports on a map of Kerala. മധ്യകാല കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ, മേജർ പോർട്സ് ആണ് ഈ മാപ്പുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുമല്ലോ. അക്കാലത്തെ പ്രധാന അങ്ങാടികളും ഇവിടെ മാപ്പുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മേജർ മാർക്കറ്റ്സ്. കരവഴിയും കടൽ വഴിയും അങ്ങാടികളിൽ എത്തിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയായിരുന്നു? മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ വിവരിക്കുന്നത് നോക്കൂ. Several goods reached the markets in Kerala through land and sea trade. See the description of these goods in ഉണ്ണുനീലി സന്ദേശം, a poem in മണിപ്രവാളം. തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടി കൊട്ടം, മൊട്ടും മുട്ടിൽ കരയുമരിയും പെട്ടിയും പട്ടുനൂലും, ആടും ചാടും കുടയുമടയും പഞ്ഞിയും മുഞ്ഞിവേരും, നൂറും ചോറും ചുറയുമറയും കാരിരുമ്പും കരിമ്പും. ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് അക്കാലത്ത് കരവഴിയും കടൽ വഴിയും അങ്ങാടികളിൽ എത്തിയിരുന്നത്? വരികളിൽ നിന്നും എന്തൊക്കെ മനസ്സിലായി? ചിലതെല്ലാം മനസ്സിലായി. കട്ടിൽ, മൺചട്ടി, പെട്ടി, പട്ടുനൂല്, കുട, ചോറ്, കരിമ്പ്, അങ്ങനെ പലതും നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് അല്ലേ? മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിലെ വരികളാണിവ എന്ന് നേരത്തെ പറഞ്ഞു. എന്താണ് മണിപ്രവാളം? മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. ഇത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു. A new style of language evolved during the medieval period. It was a mixture of Sanskrit and Old Malayalam. The newly developed style of language came to be known as Manipravalam.
Several literary works were written in this style during the period. മധ്യകാല കേരളത്തിലെ കച്ചവടത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ചൈനീസ് സഞ്ചാരിയായ മാഹ്വാന്റെ വിവരണത്തിൽ നിന്ന് കോഴിക്കോട്ടെ കച്ചവടത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും? കുറിപ്പ് തയ്യാറാക്കൂ. Prepare a note on the 15th century trade in Kozhikode, collecting details from മാഹ്വാൻസ് description. മുൻ അധ്യായത്തിൽ പല സഞ്ചാരികളും വ്യാപാരത്തെപ്പറ്റി വിവരിച്ചതോർക്കുമല്ലോ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടത്തെ കച്ചവടത്തെയും പറ്റി വിവരിച്ചത് നോക്കൂ. ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കുവില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ. വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞയെടുക്കുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. Previous chapters we have discussed the travelogues that described trade. Let us now go through the description of the 15th century Calicut port and trade by Mahwan, a Chinese traveler who visited Kerala during the period. As a ship carrying goods from China arrives at the port, Shabandar Koya, the king's representative, and a broker board the ship and list the goods. A suitable day is opted to fix the prices of goods. Priority was given to silk cloths. Once the prices are fixed, they take a vow that the prices of goods will not be changed under any circumstances. Thus, the goods were exchanged for the price fixed by the dallals or brokers. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലെ ഭാഷ, സാഹിത്യം, കല എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയാലോ. ഉണ്ണുനീലി സന്ദേശത്തിലെ ചില വരികൾ നിങ്ങൾ വായിച്ചല്ലോ. ഈ സാഹിത്യം രൂപപ്പെട്ടത് എപ്പോഴാണ്? കേരളക്കരയിൽ പ്രാചീന കാലം തൊട്ട് മലയാള ഭാഷ നിലവിലുണ്ടായിരുന്നോ? കേരളം മലയാളദേശം എന്നും അറിയപ്പെടാറുണ്ടല്ലോ. എന്തുകൊണ്ടാകും ഈ പേരു വന്നത്? മലയാള ഭാഷ സംസാരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് മലയാളദേശം എന്ന പേര് വന്നത്. എന്നാൽ മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. വട്ടെഴുത്തിലെഴുതിയ ജൂതച്ചെപ്പേട് കണ്ടത് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? ലാംഗ്വേജ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. We have read a few lines from ഉണ്ണുനീലി സന്ദേശം. Do you know when this form of language and literature evolved? Do you think Malayalam have been in use since ancient times? Why is Kerala known as Malayaladesham? It is generally believed that Malayalam has evolved from Tamil. Sanskrit also has greatly influenced the development of Malayalam. Vatteluthu and Koleluthu were the scripts used to write Old Malayalam. Recall the Jewish copper plate written in Vatteluthu script. മധ്യകാല കേരളത്തിലെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ. Prepare a note on the development of Malayalam language and literature during the medieval period. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ,
കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. ഇവയ്ക്കു പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽപ്പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. കൃഷ്ണഗാഥ ബൈ ചെറുശ്ശേരി, അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആൻഡ് മഹാഭാരതം കിളിപ്പാട്ട് ബൈ എഴുത്തച്ഛൻ, തുള്ളൽ ലിറ്ററേച്ചർ ഓഫ് കുഞ്ചൻ നമ്പ്യാർ etc. contributed to the development of the Malayalam language. The Muhyiddin Mala, written in Arabic Malayalam by ഖ്വാസി Muhammad in the 17th century, and Puttan Pana, written by Arnos Padiri in the 18th century, enriched the language. Besides these, the Vadakkan Paattu, Tekkan Paattu and Tozhil Paattu also contributed to the popularity of Malayalam. എന്താണ് അറബി മലയാളം? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇതെഴുതാൻ ഉപയോഗിച്ചിരുന്നത്. അറബി മലയാളം ഈസ് എ ഹൈബ്രിഡ് ലാംഗ്വേജ് that was common among the Muslims in Kerala. Arabic script was used to write this language. കൂട്ടുകാർ, ഈ ചിത്രങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കൂ. ഈ ചിത്രങ്ങളിൽ കാണുന്ന കലാരൂപങ്ങൾ കൂട്ടുകാർക്ക് പരിചയമുണ്ടോ? ഏതെല്ലാം കലാരൂപങ്ങളാണവ എന്ന് പറയാമോ? കൂത്ത്, കൂടിയാട്ടം, കഥകളി, തെയ്യം, തിറ, കളമ്പാട്ട് എന്നിവയുടെയൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളിൽ ചിലതാണിവ. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നൃത്തം, സംഗീതം തുടങ്ങിയ കലകൾ വളർന്നു വന്നു. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത്. അവ ക്ഷേത്രകലകളായാണ് അറിയപ്പെടുന്നത്. കാവുകളിലും മറ്റ് ആരാധനായിടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളമ്പാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ്. അവ ക്ഷേത്രകലകളേക്കാൾ ജനകീയമായിരുന്നു. These are a few art forms that developed in medieval Kerala. Dance and music flourished in temples during the period. Koothu, Koodiyattam and Kathakali were staged in the Koothambalam attached to temples. Hence, these art forms came to be known as temple arts. The ritual art forms like Teyyam, Tira and Kalampaattu were performed in Kavu or sacred groves and other places of worship. They were more popular than the temple arts. അപ്പോൾ ക്ഷേത്രങ്ങളിൽ കലകൾ അരങ്ങേറുന്ന വേദി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അതെ, കൂത്തമ്പലം. അനുഷ്ഠാന കലകൾ ജനകീയമായിരുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാവും? അനുഷ്ഠാന കലകൾ അരങ്ങേറിയിരുന്നത് ക്ഷേത്ര പരിസരങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിലുമായിരുന്നു. അതുകൊണ്ടുതന്നെ അവ കൂടുതൽ ജനകീയമായിരുന്നു. ഇവ കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തിയിരുന്ന പല കലകളുമുണ്ടായിരുന്നു. ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. വാട്ട് ഈസ് ദ സ്റ്റേജ് where the temple arts are performed called? Koothambalam. Why are the ritual arts considered more popular? They were performed in public places, so they became more popular. Apart from these, several other art forms were performed in connection with the rituals and celebrations of different religious communities. ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം etc. are a few examples. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലെ വിജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നോളജ്.
വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോകശ്രദ്ധ നേടി. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു. ചരിത്ര വിവരങ്ങളടങ്ങിയ മൂഷകവംശവും തുഹഫത്തുൽ മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ബുദ്ധകേന്ദ്രങ്ങളോടു ചേർന്ന് വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. നോളജ്. Medieval Kerala had gained much progress in the field of knowledge. Shankaranarayanan was a famous astronomer during the reign of the Perumal's. He has authored Shankaranarayaniyam, a book on astronomy. The contributions of Sangrama Madhavan to mathematics gained worldwide acclaim. Ashtanga-hridayam on Ayurveda was also written during this period. The two important literary works on history, Mushaka-Vamsham and Tuhafat-ul-Mujahideen, were also written during the medieval period. The centers of education during the period were attached to temples and were known as shalais. Those attached to Buddhist centers were known as പള്ളി. അക്കാലത്തെ പ്രധാന ശാലകളാണ് കാന്തള്ളൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല. 18ാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു. ഇതോടൊപ്പം കേരളത്തിലെ ഭാഷ, കല, വിജ്ഞാനം എന്നിവയും തനതായ രൂപം കൈവരിച്ചു. A different socio-economic system developed in Kerala by the 18th century. Language, art, literature and knowledge gained a unique identity during the period. കേരളീയ കലകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കിയാലോ? Collect the pictures of art forms of Kerala and prepare an album. കൂത്ത്, കൂടിയാട്ടം, കഥകളി, തെയ്യം, തിറ, കളംപാട്ട്, മാർഗംകളി, ഒപ്പന, ചവിട്ടുനാടകം എന്നിവ മധ്യകാല കേരളത്തിൽ വളർന്നുവന്ന കലാരൂപങ്ങളാണ്. മധ്യകാല കേരളം, മെഡീവൽ കേരള എന്ന പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.